കോഴിക്കോട് വടകര MDMA കേസിൽ പേരാമ്പ്ര BRCയിലെ 3 അധ്യാപികമാരെയാണ് പോലീസ് പിടികൂടിയത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നു വരുന്നു. പക്ഷേ ഈ BRCക്ക് കീഴിൽ സംസ്ഥാനത്ത് 168 കേന്ദ്രങ്ങളിലായി 2000-ലധികം അധ്യാപകന്മാരാണ് ജോലി ചെയ്യുന്നത്. പക്ഷേ ഈ കേസ് അവരെ ആകെ മാനസികമായി തളർത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണങ്ങൾ പറയാൻ കോഴിക്കോട്ടെ ഏതാനും ചില അധ്യാപകർ എനിക്കൊപ്പം ഉണ്ട്. ടീച്ചറെ, ഈ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങളിപ്പോൾ ഫീൽഡിലൊക്കെ പോകുന്ന അധ്യാപകരൊക്കെ തന്നെയാണല്ലോ, നിങ്ങൾക്കിത് എങ്ങനെയാണ് മാനസികമായ വിഷമം ഉണ്ടാക്കിയത്? ഒന്നോ രണ്ടോ ആളുകൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ സാമാന്യവൽക്കരിച്ചുകൊണ്ടുള്ള പല മാധ്യമങ്ങളിലും സൃഷ്ടിയും പല ഭാഗത്തു നിന്നുള്ള പോസ്റ്ററുകളൊക്കെ വലിയ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഫീൽഡിൽ പോകുന്ന സമയത്ത് ആ രീതിയിലുള്ള സംസാരം കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? തമാശയ്ക്കായിട്ടാണെങ്കിലും നിങ്ങളൊക്കെ അങ്ങനെയുള്ളവരുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊപ്പം ഉള്ളവരാണ് പിടിയിലായ തരത്തിലൊക്കെ ആളുകൾ പറയുന്നുണ്ട്. അങ്ങനെ അത് അത്തരത്തിലൊരു പൊതുവായിട്ട് ജനറലൈസ് ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു വർത്തമാനമാണ് പൊതുവിൽ വരുന്നത്. പൊതുവിൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നമ്മൾ മുഴുവനും ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായിട്ടുള്ള BRCയിൽ വർക്ക് ചെയ്യുന്ന അധ്യാപകർ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ സമൂഹത്തിലും പൊതുമാധ്യമങ്ങളിലും ഒക്കെ നടക്കുന്നത് ഇത് അധ്യാപകർ മൊത്തം ഇതിന് നേരിലാണെന്ന രീതിയിലാണ്. തീർച്ചും അടിസ്ഥാനരഹിതമായ കാര്യമാണ്. അത് തീർത്തും അത്തരത്തിൽ പൊതുജനങ്ങളാണെങ്കിലും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാത്രം കാണാൻ പാടുള്ളൂ എന്ന് വിനയമായൊരു അഭ്യർത്ഥനയാണ് അധ്യാപകർ എന്ന് നമ്മളെ ഭാഗത്ത് പറയുന്നത്. നിങ്ങൾ ഇത്രയും വർഷം ചെയ്ത സേവനങ്ങൾ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് കേസ് മാറിപ്പോയോ? കാരണം പലവരും അങ്ങനെ അഭിപ്രായം പറഞ്ഞെന്ന് കേൾക്കുന്നു. തീർച്ചയായും ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ ഫേസ്ബുക്ക് ആണെങ്കിലും എന്ത് നവമാധ്യമങ്ങളൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇത്രയും കാലം നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളെ നിസ്സാരവൽക്കരിക്കുന്ന രീതിയിലുള്ള ചർച്ചകളാണ് പൊതുസമൂഹത്തിൽ നടന്നു വരുന്നത്. അത് തികച്ചും അവാസ്തവമാണ്. നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഇത്രയും വർഷമായിട്ട് ഈ സ്റ്റെല്ല ടീച്ചറൊക്കെ 25 വർഷത്തോളമായി ജോലി ചെയ്യുന്ന ആളുകളാണ്. ഫീൽഡിൽ പോയ അധ്യാപകരാരും സങ്കടം പറഞ്ഞു ഈ വിഷയം ബന്ധപ്പെട്ട് അങ്ങനെ അവർക്കും മാനസികമായിട്ട് പ്രശ്നമുള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും അത്തരം പരാമർശങ്ങൾ വരുന്നുണ്ട്, അത്തരം അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന സമൂഹത്തിൽ നിന്ന് അങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ പല ആളുകളും ഫേസ് ചെയ്യുന്നുണ്ട് എന്നാണ് അറിയുന്നത്. ഞാൻ ഈ SSA വന്ന കാലം മുതലുള്ള ഒരു ടീച്ചറാണ്. പക്ഷെ നമുക്ക് പ്രയാസം ഉണ്ടാക്കിയത് നമ്മൾ ചേർത്ത് പിടിക്കേണ്ട അധ്യാപകർ തന്നെ ഒരു 1-2 പേര് ചെയ്തതിൻ്റെ തെറ്റിൽ ഇത്രയും വർഷം നമ്മൾ ചെയ്തത് ഒന്നുമല്ല എന്ന് പറ്റി തീർക്കുമുണ്ടാകുന്ന ഒരു വിഷമം ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും 3 പേർ ചെയ്ത കുറ്റത്തിന് ഒരു അധ്യാപക സമൂഹത്തെ മുഴുവൻ കുറ്റപ്പെടുത്താനും പാടില്ല. ഏതായാലും പോലീസ് കാര്യങ്ങൾ അന്വേഷിക്കട്ടെ. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ജീബേഷ് റിപ്പോർട്ടർ സിനോജ് തോമസ് റിപ്പോർട്ടർ.